പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ ഇന്നും എന്നേക്കും തന്നെ. ആമേൻ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ ഗീവർഗീസ് സഹദായുടെ പെരുന്നാൾ ആവുമ്പോൾ സ്ഥിരമായിട്ട് നമ്മൾ കാണാറുള്ളതാണ്. അതായത് ഗീവർഗീസ് സഹദായുടെ പെരുന്നാളിന് മാത്രമല്ല, എന്ത് ക്രിസ്ത്യൻ വിശേഷ ദിവസങ്ങൾ വരുമ്പോഴും കുറച്ച് കരച്ചിലുകൾ കേൾക്കാം. പ്രത്യേകിച്ചും യുക്തിവാദി സൈഡിൽ നിന്ന്, നിരീശ്വരവാദികളുടെ സൈഡിൽ നിന്ന്, പിന്നെ പന്തിക്കോസുകാരുടെ സൈഡിൽ, ഇവരുടെ സൈഡിൽ നിന്ന് സ്ഥിരം കുറച്ച് സാധനങ്ങൾ വരും. അത് ഈ നമ്മൾ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടും പലരും പറഞ്ഞിട്ടും ഇപ്പോഴും അതിനകത്തൊക്കെ നിൽക്കുന്നവരാണ്. അപ്പോൾ അവർ ഇപ്രാവശ്യവും ഞാനിപ്പം കുറേ പോസ്റ്റുകൾ ഇങ്ങനെ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഗീവർഗീസ് സഹദായുടെ പെരുന്നാൾ ആഘോഷിക്കുന്നത് മേടമാസം 24-ാം തീയതി ആണ് നമ്മളങ്ങനെ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനോട് ചേർന്നിട്ട് അപ്പോൾ അവർ പറയുന്ന ഒരു കാര്യം, ഗീവർഗീസ് സഹദായുടെ പെരുന്നാൾ അല്ലെങ്കിൽ സെൻറ്റ് ജോർജിൻ്റെ പെരുന്നാൾ മാർപ്പാപ്പ അങ്ങനെ ഒരാളുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളിപ്പോൾ ഇല്ലാത്ത ഒരാളിൻ്റെയാണ് ആഘോഷിക്കുന്നതെന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് നോക്കേണ്ടുന്ന കാര്യമുണ്ട്. അതങ്ങനെയാണോ? അതെ, തീർച്ചയായിട്ടും അങ്ങനെയാണ്. കാരണം എൻ്റെ കൊച്ചിൻ്റെ ജനന സർട്ടിഫിക്കറ്റാണ് എൻ്റെ കയ്യിലുള്ളത്. അയൽവക്കക്കാരൻ്റെ വീട്ടിലെ കൊച്ചിൻ്റെ ജനന സർട്ടിഫിക്കറ്റ് എൻ്റെ കയ്യിൽ ഉണ്ടാവത്തില്ലല്ലോ. അപ്പോൾ റോമൻ സഭയുടെ വിശുദ്ധനല്ല യഥാർത്ഥത്തിൽ ഗീവർഗീസ് സഹദാ എന്ന് പറയുന്നത്. ചർച്ച് ഓഫ് ഈസ്റ്റിൻ്റെയാണ്. അപ്പം അതായത് കിഴക്കിൻ്റെ സഭയുടെ, സുറിയാനി സഭയുടെ വിശുദ്ധനാണ്. അദ്ദേഹം AD 303 ഡയക്ലീഷ്യൻ ചക്രവർത്തിയുടെ കയ്യാൽ രക്തസാക്ഷിയായ സഹദയാണ് ഗീവർഗീസ് സഹദാ. അദ്ദേഹത്തിൻ്റെ ജീവിതകാലം എന്ന് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ പിതാവ് ക്രിസ്ത്യാനി ആയതുകൊണ്ട് കൊല്ലപ്പെട്ട ഒരു വ്യക്തിയാണ്. കാരണം നമുക്കറിയാം, ആദ്യത്തെ 3 നൂറ്റാണ്ട് കൊടിയ ക്രൈസ്തവ പീഡനത്തിലൂടെയാണ് ക്രൈസ്തവർ കടന്നുപോയത്. അങ്ങനെ രാജാക്കന്മാർ, പിന്നെ റോമൻ സാമ്രാജ്യം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചില പ്രദേശങ്ങളിൽ അവർക്ക് സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് കാണുന്ന സ്വാതന്ത്ര്യമല്ല, അല്പം സ്വാതന്ത്ര്യം കിട്ടിയ സ്ഥലങ്ങളുണ്ട്. അതേപോലെ ഒട്ടും സ്വാതന്ത്ര്യമില്ലാതെ നിരന്തരം കൊല്ലപ്പെട്ടുകൊണ്ടിരുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഈ കിഴക്കെന്ന് പറയുന്നത്, അതായത് ഈ ബൈസന്റീൻ സാമ്രാജ്യം എന്ന് പറയുന്ന ആ ഒരു ഏരിയ എന്നൊക്കെ പറയുന്നത് കൊടിയ പീഡനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന ആ കാലഘട്ടത്തിലാണ് ഗീവർഗീസ് സഹദാ ജനിക്കുന്നതും. അദ്ദേഹം ഡയക്ലീഷ്യൻ ചക്രവർത്തിയുടെ സൈന്യത്തിലെ ഒരു അംഗമായിരുന്നു. അപ്പോൾ അതാണ് ചരിത്രം. അത് സുറിയാനി സഭയ്ക്കാണ് ആ ചരിത്രം കൃത്യമായിട്ട് അറിയാവുന്നത്. കാരണം സുറിയാനി സഭയുടെ സഹദയാണ് അദ്ദേഹം. അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യം നമുക്ക് ബാധിക്കുന്നില്ല. ഏത്, അതായത് 1965 മാർപ്പാപ്പ പറഞ്ഞു ഇങ്ങനെ ഒരാൾ ജീവിച്ചിരുന്നതിന് തെളിവില്ല, അതുകൊണ്ട് ഞങ്ങളുടെ വിശുദ്ധരുടെ പട്ടികയിൽ നിന്ന് അദ്ദേഹത്തെ നീക്കി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ കാര്യം അതാണ്. ഇനി ഈ പറഞ്ഞതുപോലെ ഈ ശ്രാദ്ധപ്പെരുന്നാൾ, അതായത് ഗീവർഗീസ് സഹദാ ശ്രാദ്ധം നമ്മൾ ആചരിക്കുന്നത് മേടമാസം 24-ാം തീയതിയാണ്. അത് നമ്മൾ എല്ലാ വർഷവും ചെയ്യുന്നു. ഇനി അതിനകത്ത് പറയാനുള്ളത്, ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെടുന്നത്, ഇദ്ദേഹം വാളാൽ കൊല്ലപ്പെടുകയായിരുന്നു ഉണ്ടായിരുന്നത്. അദ്ദേഹത്തെ പല രീതിയിൽ രാജാവ് കൊല്ലാൻ ശ്രമിച്ചു. ഈ ക്രിസ്തീയ വിശ്വാസത്തിൽ മുറുകെ പിടിച്ച് നിന്നതുകൊണ്ട് അദ്ദേഹം സൈന്യാധിപനായിരുന്നു. അപ്പം പല പ്രാവശ്യം രാജാവ് പറഞ്ഞു, നീ ഇത് ഉപേക്ഷിച്ച് അപ്പോളോ ദേവി അദ്ദേഹത്തിൻ്റെ ഇതായിരുന്നു. അപ്പോൾ അപ്പോളോ ദേവനെ നീ നമസ്കരിച്ചാൽ നിനക്ക് രണ്ടാമനാവാം, അതായത് രാജ്യത്തിലെ രണ്ടാമനാവാം, ചക്രവർത്തി കഴിഞ്ഞാൽ അടുത്ത ആളാവാം എന്നൊക്കെ ഉള്ള ഓഫറുകളൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിലും അദ്ദേഹം അതൊന്നും സ്വീകരിക്കുന്നില്ല. അദ്ദേഹത്തെ അങ്ങനെ ഇരുമ്പ് ചെരുപ്പ് ധരിപ്പിച്ചു, ചുട്ടുവഴിപ്പിച്ച് അത് ധരിപ്പിച്ചു. അതുകൂടാതെ അദ്ദേഹത്തെ കറങ്ങുന്ന മുള്ളുകളുള്ള കറങ്ങുന്ന ചക്രത്തിനകത്തിട്ട് അദ്ദേഹത്തെ കൊല്ലാൻ ശ്രമിച്ചു. അദ്ദേഹം അവിടുന്ന് ഉയർത്തെഴുന്നേറ്റു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തെ അവസാനം വാളുകൊണ്ട് വിഷം കൊടുത്തു. അതിനുശേഷം വാളുകൊണ്ട് അദ്ദേഹത്തെ വെട്ടി കൊലപ്പെടുത്തുകയാണ് ഉണ്ടായത്. ഇനി നമ്മളിവിടെ പലപ്പോഴും ചിലരൊക്കെ പറയും ലോജിക്കില്ല. ഈ ഗീവർഗീസ് സഹദായുടെ പെരുന്നാളിനോട് അനുബന്ധിച്ച് കേരളത്തിൽ നമ്മൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന
കേരളത്തിലല്ല, പൊതുവിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കഥയാണ് ഈ വ്യാളിയുടെ കഥ. അപ്പോൾ ഈ വ്യാളിയുടെ കഥ എന്ന് പറയുന്നത് അതൊരു കഥയല്ല, അതൊരു നടന്ന സംഭവമാണ്. ആ നടന്ന സംഭവം എന്തുകൊണ്ട് പിന്നെ ഇത് രേഖപ്പെടുത്തി വെച്ചിട്ടില്ല, ഇതിങ്ങനെ പിന്നെ വാമൊഴിയിലൂടെ പകർന്നു വന്ന് ഇതിന് മ്യൂട്ടേഷൻ സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അന്നത്തെ കാലഘട്ടത്തിൽ അറിയാവുന്നതുപോലെ കൊടിയ പീഡനത്തിലൂടെ കടന്നു പോകുന്ന സഭയിലെ ഇത് എഴുതി വെക്കുന്നതും ഇത് എഴുതി വെച്ച് മറ്റുള്ളവർ അറിയുന്നതും ഒക്കെ വളരെ പിന്നെ ഒന്നാമതത് എഴുതി വെക്കാൻ ഉള്ള ബുദ്ധിമുട്ട്, രണ്ടാമതത് എഴുതി വെച്ചാൽ പിടിക്കപ്പെട്ടാൽ മറ്റുള്ള ക്രിസ്ത്യാനികൾ പിന്നെയും പീഡനത്തിലേക്ക് പോകും എന്നുള്ള ആ ഒരു ചിന്താഗതി വെച്ചിട്ട് അതങ്ങനെ എഴുതി വെക്കുന്നതിന് പകരം ഇതിങ്ങനെ പിന്നെ വാമൊഴിയായിട്ട് പ്രചരിച്ച കഥയാണ്. ആ കഥയുടെ ഈ വ്യാളിയുടെ കഥ എന്ന് പറയുന്നത് നമ്മൾ പറയുന്നത് പോലെ ഈ തടാകത്തിന്റെ കരയിൽ ഇത് ലിബിയയിലാണ് ഈ കഥ നടക്കുന്നത്. അതായത് ഈ കഥയുടെ പശ്ചാത്തലം എന്ന് പറയുന്നത് ലിബിയയിലാണ്. ആ ലിബിയയിലെ നമ്മുടെ ഗീവർഗീസ് സഹദ അദ്ദേഹം പിന്നെ ബെയ്റൂട്ടിൽ നിന്ന് ലിബിയയിലേക്ക് പോകുന്ന വഴിക്കാണ് ഈ പറയുന്ന ആ പശ്ചാത്തലത്തിൽ ആ കഥയിൽ അവിടെ എത്തിച്ചേരുന്നത്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെ ഒരു തടാകമുണ്ട്. ആ തടാകത്തിനകത്ത് ഒരു വ്യാളിയുണ്ട്. അപ്പോൾ ഈ വ്യാളിയുടെ പേര് പറഞ്ഞ് അവിടെ കുറച്ച് ദുർമന്ത്രവാദികളുണ്ട്. അപ്പോൾ ഈ വ്യാളിയെ നിയന്ത്രിക്കുന്നത് ദുർമന്ത്രവാദികളാണ്. അപ്പോൾ അതുകൊണ്ട് ഈ വെള്ളം ഈ ജനങ്ങൾക്ക് കുടിക്കാനുള്ള ആ വെള്ളം അവരിങ്ങനെ അടച്ച് പിന്നെ ഈ വ്യാളി അതിനകത്താണ്. അപ്പോൾ ആ വെള്ളത്തെ അതിനെ കൊണ്ട് അടച്ചു വെപ്പിച്ച് അപ്പോൾ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കണം. അപ്പോൾ ആ വെള്ളം കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ രാജ്യത്തെ ഓരോ കന്യകമാരെയും അവിടെ നൽകണം എന്നാണ് പിന്നെ ഈ ദുർമന്ത്രവാദികൾ പറഞ്ഞ് പരത്തി. അങ്ങനെയാണ് ഈ ഓരോരുത്തരെയായിട്ട് ഓരോ കന്യകമാരെ അങ്ങനെ കൊടുക്കണം. അപ്പോൾ അങ്ങനെ കന്യകമാരെ കൊടുത്തുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ആ രാജാവിൻ്റെ മകൾക്ക്, സോഫിയ എന്ന് പറയുന്ന രാജാവിൻ്റെ മകൾക്ക് ഞറുക്ക് വീഴുകയാണ്. അങ്ങനെ രാജാവിൻ്റെ മകള് പിന്നെ അദ്ദേഹം യുവതി ആയതുകൊണ്ട്, അദ്ദേഹം കന്യക ആയതുകൊണ്ട് അദ്ദേഹം വിവാഹ വസ്ത്രത്തിലാണ് ഈ വ്യാളിയുടെ മുന്നിലേക്ക് അയക്കുന്നത്. അപ്പോൾ അങ്ങനെ വ്യാളിയുടെ മുന്നിലേക്ക് നടന്നു പോകുന്ന വഴിക്ക് വെച്ചാണ് ഗീവർഗീസ് സഹദ സോഫിയയെ കാണുന്നത്. അങ്ങനെ സോഫിയയെ കണ്ടു. സോഫിയ പറഞ്ഞു ഇതിങ്ങനെയാണെന്ന്. അങ്ങനെ ഗീവർഗീസ് സഹദ അവിടെ ചെല്ലുന്നു, സോഫിയയുമായി ചെല്ലുന്നു. ഈ വ്യാളിയെ തൻ്റെ കുരിശിൻ്റെ ശക്തിയാൽ അദ്ദേഹം ബന്ധിക്കുന്നു. അതിനുശേഷം ഈ വ്യാളിയെ അവിടുന്ന് കെട്ടിവലിച്ച് നഗരത്തിൽ കൊണ്ടുവന്ന് അവിടെ വെച്ച് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് കൊന്നുകളയുന്നു. ഇതാണ് യഥാർത്ഥത്തിലുള്ള കഥ. അപ്പോൾ ഇതിന് മ്യൂട്ടേഷൻ സംഭവിച്ചിട്ടാണ്. അപ്പം പറക്കുന്ന വ്യാളി ഉണ്ടോ എന്ന് ചോദിക്കും. പറക്കുന്ന വ്യാളി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഈ ദുർമന്ത്രവാദികളുടെ ഇതാണ്, അതിലൂടെയാണ് ഇത് സംഭവിക്കുന്നത്. ദുർമന്ത്രവാദികൾ ഈ വ്യാളിയെ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് ആൾക്കാരെ ഭയപ്പെടുത്താൻ. അങ്ങനെ ആ മന്ത്രവാദത്തിന്റെ ശക്തി ക്ഷയിപ്പിച്ച് അദ്ദേഹത്തെ ഈ വ്യാളിയെ കൊന്നുകളയാണ്. ഇതാണ് യഥാർത്ഥത്തിലുള്ള കഥ. ഇനി ഇതിനെ പ്രശ്നമാക്കുന്ന പെന്തിക്കോസുകാര് ബലിയാമിന്റെ കഴുത സംസാരിച്ചു, അതവർക്ക് പ്രശ്നമല്ല. അങ്ങനെ ബൈബിളിൽ പലയിടത്തും നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ജീവികൾ സംസാരിക്കുന്നതെന്ന് പറയുമ്പോൾ അതൊന്നും ഒരു പ്രശ്നമല്ല. പക്ഷെ വ്യാളി സംസാരിക്കുന്ന വ്യാളി ഉണ്ടോ എന്നൊക്കെയാണ് ഇവിടെ പലരും ചോദിക്കുന്നത്. അപ്പം അതുകൊണ്ട് നമ്മൾ സുറിയാനിക്കാർ മനസ്സിലാക്കിയിരിക്കണം, ഇതൊരു കഥയല്ല, ഇതൊരു നടന്ന സംഭവമാണ്. ഇത് മൺമറഞ്ഞു പോയ നമ്മുടെ സഹോദരന്മാരെ നമ്മൾ ഓർക്കേണ്ടതാണ്. അവരുടെ അന്ത്യകാലത്തെ ഓർക്കാനാണ് പറയുന്നത്. പൗലോസ്ലീഹ പറയുന്നുണ്ട്, നിങ്ങളെ സത്യവിശ്വാസത്തിൽ നടത്തിയ നിങ്ങളുടെ പിതാക്കന്മാരുടെ അന്ത്യകാലത്ത് നിങ്ങൾ ഓർത്തുകൊള്ളുവീനെന്ന് ബൈബിളിൽ പറയുന്നുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മളും ഗീവർഗീസ് സഹദായെ ഓർക്കുക. അദ്ദേഹം നമ്മുടെ സഹദായാണ്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്നവർക്കും ഇതൊരു മറുപടിയായി കാണുമെന്ന് വിചാരിക്കുന്നു. അതായത് സത്യവിശ്വാസത്തിൽ മരിച്ച ഗീവർഗീസ് സഹദ, അദ്ദേഹം വാളാൽ കൊല്ലപ്പെടുകയായിരുന്നു ഉണ്ടായിരുന്നത്. അദ്ദേഹം AD 303 ഡയക്ലീഷ്യൻ ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ ഡയക്ലീഷ്യൻ ചക്രവർത്തിയുടെ വാളിനാൽ കൊല്ലപ്പെടുകയാണ് ഉണ്ടായത്. അപ്പം എല്ലാവർക്കും നന്ദി.